എന്താ പറ്റി? ഇന്ന് കാലത്തോട്ട് നമ്രതയെ കാണുന്നു. എന്താ വേണ്ടെന്ന് പറ. ഈ കാര്യം ഈ നാട്ടിലുള്ള ഒരുത്തന്മാർക്കും ഏത് സ്വന്തം ബന്ധങ്ങൾക്കും അറിയാനുള്ള ആവശ്യമില്ല. ഇതുവരെ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന എന്റെ ഗൗരവം മുഴുവനും എന്റെ മോൾ ഈ വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ആർക്കും എന്റെ തല കാണിക്കില്ല. ഏത് കാരണവശാലും എന്റെ മോള് ഈ വീട്ടിൽ തിരിച്ചെത്തണം. നിങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയണ്ട. എന്റെ മോളെ ഇവിടെ തിരിച്ചെത്തിക്കണം. ആ എടാ ബാലു, പറയടാ. നീ കേട്ടതൊക്കെ സത്യം തന്നെയാടാ ബാലു. എന്നായാലും ഇവൾ അവൻ്റെ കൂടെ ഓടിപ്പോന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ആരാ? അവനല്ലടാ, പ്രവീണില്ലേ, അവനാണ്. അല്ലേലും ഈ കാശുകാരൊക്കെ പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തൂലല്ലോ. അവൻ അവളെയും കൊണ്ട് എങ്ങോട്ടും പോയി കാണില്ല. ഇവിടെ ഈ സിറ്റിയിൽ തന്നെ കറങ്ങുന്നുണ്ടോന്നേ. ഞാൻ വൈകിട്ട് വന്ന് ഒക്കെ പറയടാ നിന്നോട്. നിനക്ക് എന്തറിയാടാ ഈ കുടുംബത്തിനെ പറ്റി, നമ്മുടെ സാറിനെ പറ്റി? ഇനി ഒരിക്കൽ നീ ഇങ്ങനെ സംസാരിക്കുന്നത് ആവർത്തിച്ചാൽ ചെരുപ്പെടുത്തടിക്കും. സൂക്ഷിച്ചോ. അവരെ ചോറും തിന്ന് അവരെ തന്നെ കുറ്റം പറയുന്നു. അവളെ എവിടെ കൊണ്ടുപോയിരിക്കുവൻ? ഹലോ, മോളെ കിട്ടിയോ? കിട്ടിയോ അവളെ? ശ്രദ്ധിച്ചു കേക്ക്. ഏത് സാഹചര്യത്തിലും നമ്രത ഈ വീട്ടിൽ എത്തിയിരിക്കണം. അവളിവിടെ തിരിച്ചെത്തിയാലും ഞാൻ പുറത്ത് തല കാണിക്കാൻ പറ്റൂ. മനസ്സിലായാടാ? ഡാഡി, കൈ എടുക്കടാ, എടുക്കടാ കൈ. ഞാനും പ്രവീണും രജിസ്റ്റർ മാരേജ് ചെയ്തു ഡാഡി. നമ്രതേ, നിനക്കൊന്നും അറിയില്ല മോളെ. നീ അകത്ത് കയറിപ്പോ. മോൾ അകത്ത് വിളിച്ചോണ്ട് പോ. എടാ, ഈ വീട്ടിന്റെ പുറത്ത് നിൽക്കാൻ പോകുന്ന അർഹതയില്ലാത്ത നിനക്ക് എന്റെ മോളെ വേണോടാ? ഡാഡി പ്ലീസ്. മോളെ ഒരു മിനിറ്റ് മോളെ. എടാ, നിന്റെ അർഹത എന്ത്? നിന്നെ പോലെ എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ടാവും. ഡാഡി നിർത്തുന്നുണ്ടോ? ഒരു നിമിഷം മോളെ. നിന്നെപ്പോലെ ഒരു നിലപാടില്ലാത്തവൻ ഈ മാധവന്റെ മോളോട് പ്രേമം വന്നെന്നാ? എടാ, നിന്നെ കൊന്നിട്ടെങ്കിൽ എന്റെ മോളെ തിരിച്ചു വിളിച്ചോണ്ടവരോടാ. മോളെ ഒന്ന് സമാധാനപ്പെടും. നിന്നെ അടിച്ച് കൈയും കാലും ബി ഓൺ യുവർ ലിമിറ്റ്സ് ഡാഡി. നമ്രത, നീ എന്താ ഈ പറയുന്നത്? പ്രവീൺ ഇപ്പൊ ഈ വീടിന്റെ മരുമകനാണ്, എന്റെ ഭർത്താവാണ്. ഡാഡിയെ കണ്ട് ഇവരൊക്കെ പേടിക്കും, പക്ഷെ ഞാൻ പേടിക്കില്ല. അല്ല, സ്നേഹിക്കുന്നത് തെറ്റാണോ ഡാഡി? ഞാൻ എന്തെങ്കിലും പാവമാണോ ചെയ്തത്? ഈ ലോകത്ത് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലേ? എന്തിനാ ഡാഡി ഭ്രാന്തിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്? ഡാഡി മനുഷ്യനല്ലേ, കുറച്ചെങ്കിലും ആലോചിക്ക. സെൻസ് ഇല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ അമ്മ ഇങ്ങനെ നിലവിളിക്കുന്നത്? അമ്മയും ഒരു സ്ത്രീയല്ലേ, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? പ്രവീൺ വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇത്രയും ദേഷ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല.
അമ്മ കാണുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ഈ ലോകം വലുതാണമ്മേ. ആ അതെ മോളെ, ഞങ്ങളുടെ ലോകം ഞങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാ. നീ ജനിച്ചതും ഇതേ ലോകത്ത് തന്നെയാ, അത് മറക്കണ്ട. ഇപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലാവുന്നേ ഞങ്ങളുടെ ലോകത്തുനിന്നല്ല നീ പുറത്തു പോയെന്ന്. ആ അച്ഛനോട് എതിർത്ത് സംസാരിക്കാൻ പാകത്തിന് വളർന്നോ നീ? ആ നീ ഇനിയും കാണാനും മനസ്സിലാക്കാനും ധാരാളമുണ്ട്. ഇപ്പൊ അച്ഛൻ പറയുന്നത് കേട്ട് അകത്ത് പോക്കോ. പുഷ്പ, മോളെ വിളിച്ചകത്തുണ്ടോ? ഏയ്, എനിക്ക് വേണ്ടിയെങ്കിലും ഡാഡി പ്രവീനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതി. കമോൺ. മോളെ നമൃതേ, ഈ ഡാഡിയെ കണ്ടിട്ട് നിനക്ക് പാപം തോന്നുന്നില്ല മോള്? അവൻ നിന്റെ പണം നോക്കി നിന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ്. ഡാഡിക്ക് വേണ്ടി അവനെ വിട്ടിട്ട് വരില്ലേ? നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഡാഡി. പിന്നെ എന്നാൽ പ്രവീൺ എന്റെ ജീവനാണ്. Why don't you understand my pain, Daddy? വാ. മോളെ, ഇതുവരെ നിന്നെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മാധവനെ നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യം ചെയ്ത് തീർക്കണമെങ്കിൽ ഈ മാധവൻ ഏത് ആഴത്തിലേക്കും ഇറങ്ങിക്കേറുന്നുള്ളത് നീ മനസ്സിലാക്കണം മോളെ. എന്റെ പേര്, എന്റെ മാനം, എന്റെ ജീവൻ, എന്റെ ആസ്തി, എന്റെ രക്തത്തിൽ ജനിച്ച നിനക്കാണ് ഇതൊക്കെ അവകാശപ്പെട്ടത്. ഇതിനൊക്കെ അവകാശി നീ മാത്രമാണ്. ഇടയ്ക്ക് കയറി ഏവനെങ്കിലും വന്ന അവന്റെ മരണത്തിന് അവൻ തന്നെ ദിവസം കുറിച്ചിട്ട് വന്നതുപോലെയാണ്. വാ മോളെ. എന്താ പേടിപ്പിക്കുകയാണോ? ഞാൻ മാധവൻ പിള്ളയുടെ മകളാണ് ഡാഡി. പ്രവീണിന് എന്തെങ്കിലും സംഭവിച്ചാ അവന് മുമ്പ് ഞാൻ ചാകും. ഇനി എത്ര ദിവസം ഈ ദേഷ്യം ഉണ്ടാവുന്ന നമുക്ക് കാണാം. ഞാൻ മേജറാണ് ഡാഡി. എന്റെ ലൈഫ് ഞാൻ ജീവിച്ചോളാം. പ്രവീനെയും എന്നെയും വിട്ടേക്ക്. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മാറിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ മാറില്ല. വാ പ്രവീൺ. ചേട്ടാ, നമ്പർത്തിയെ കാണാതെ എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലടാ. ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി അവളെ ഈ വീട്ടിലേക്ക് വരാൻ പറയടാ. ശരി ഏട്ടാ, ഞാൻ എന്തെങ്കിലും ചെയ്ത് വിളിച്ചോണ്ട് വരാം. ഇങ്ങനെ കുടിച്ചോണ്ടിരുന്ന ആരോഗ്യം എന്താവെന്ന വിചാരം?